നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. നമുക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ വീതമുള്ള ആനുകൂല്യം നവംബർ മാസം മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മുതൽ എല്ലാ മാസങ്ങളിലും 25-ാം തീയതിക്ക് ശേഷം ഈ ആനുകൂല്യമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിൽ തന്നെ 6,80,000-ന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ലഭിക്കുക. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ നേരിടുന്നവർക്കായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നത്. അപ്പോൾ ആ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് തന്നെയായിരിക്കും ലഭിക്കുക. അതായത് നിലവിൽ 200 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ ഒക്കെ കുറവ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് വീണ്ടും വരിക തന്നെ ചെയ്യും. അത് പിന്നീട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും ആധാരമായിട്ട് നമ്മളുടെ CD ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഇനി മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് യാതൊരു ക്രമീകരണങ്ങളും ഇനി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. ഇനി ചിലരോടൊക്കെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോട് പുനഃപരിശോധനയുടെ ഭാഗമായിട്ടുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവരൊക്കെ മാത്രം അത്തരം രേഖകൾ സമർപ്പിച്ചാൽ മതിയാകും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തടസ്സമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായിട്ട് 70,000 രൂപ വരെ നൽകുന്ന മംഗല്യ സമോന്നതി എന്ന് പറയുന്ന ജനക്ഷേമ പദ്ധതിയുടെ അപേക്ഷകൾ ഈ ആഴ്ച അവസാനിക്കുകയാണ്. നവംബർ 28-ാം തീയതി വരെ തീയതികൾ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. നവംബർ മാസം 19-ാം തീയതി അപേക്ഷകൾ അവസാനിക്കേണ്ടതായിരുന്നു. നിലവിൽ 2025 ജനുവരി 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ ഈ 2 തീയതികളും ചേർത്താണ് ആ സമയങ്ങളിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ അവരുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. രക്ഷിതാക്കൾക്ക് ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തുക. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണ് മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ അനാഥരായ പെൺകുട്ടികളാണെങ്കിൽ അവർ സ്വമേധയാ അല്ലെങ്കിൽ അവർ സ്വയം അപേക്ഷ വെക്കുന്ന രീതിയാണ്. ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾ, പ്രായം കൂടുതലുള്ള പെൺമക്കൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരിഗണിച്ച് നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്കായിരിക്കും 70,000 രൂപ വീതം ഈ വർഷം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത വർഷവും പദ്ധതിയുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള അതിനുശേഷം വിവാഹം ചെയ്തവരുടെ രജിസ്ട്രേഷൻ നടക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ BPL റേഷൻ കാർഡിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. APL വിഭാഗത്തിൽ നീല വെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള BPLലേക്ക് അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. BPL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ മുൻഗണന ലഭിക്കുന്ന പദ്ധതിയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കി വേണം നമ്മൾ അപേക്ഷ വയ്ക്കാൻ. കൃത്യമായിട്ട് അപേക്ഷയിൽ കൂടുതൽ മാർക്കുള്ളവർക്ക് മുൻഗണന നൽകിയാണ് BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി BPL റേഷൻ കാർഡിനുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അർഹതയുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷം അപേക്ഷകൾ വയ്ക്കുക. അതുമാത്രമല്ല, ഒട്ടനവധി മാനദണ്ഡങ്ങൾ BPL റേഷൻ കാർഡിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ച് നിരവധി തവണ നമ്മുടെ ചാനൽ വഴി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സർക്കാർ ജോലി അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിയൊന്നും കുടുംബത്തിലെ ആർക്കും തന്നെ ഉണ്ടാവാൻ പാടില്ല. 1 ഏക്കറിന് മുകളിൽ സ്ഥലം ഉണ്ടാവാൻ പാടില്ല. വീട് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. പ്രൊഫഷണൽ ജോലിയുള്ളവരുണ്ടാവാൻ പാടില്ല. ആദായ നികുതി അടയ്ക്കുന്നവരുണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ വീട്ടിൽ 4 ചക്ര വാഹനങ്ങൾ, ടാക്സി ഒഴികെയുള്ള വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒട്ടനവധി നിയമങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ 25,000 അതിന് മുകളിലോ വരുമാനമുണ്ടെങ്കിൽ പോലും അപേക്ഷ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാലിക്കുന്ന പക്ഷം നമുക്ക് അപേക്ഷകൾ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.